സർ, കോൺഗ്രസ് ഇപ്പോൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്നു. ബീഹാറിൽ നമ്മൾ തിരിച്ചു വരും. അവരുടെ ഒരു പാർട്ടി കമ്മിറ്റിയൊക്കെ കഴിഞ്ഞ ദിവസം ബീഹാറിലുണ്ടായിരുന്നു. സർ, ആ ആത്മവിശ്വാസത്തിൽ എന്തെങ്കിലും സാധ്യത നമുക്ക് കൽപ്പിക്കാൻ കഴിയുമോ? നമ്മുടെ നേതാവ് തന്നെ ജയിക്കുമെന്ന് അണികൾക്ക് 100% അങ്ങോട്ട് ഉറപ്പിച്ച് കഴിയുമ്പോൾ ചെറിയൊരു അപകടം പറ്റാ. തിരഞ്ഞെടുപ്പിൻ്റെ അന്നിപ്പോൾ ഞാൻ അവിടെ കഷ്ടപ്പെട്ട് അവിടം വരെ പോയി നിന്ന് വെയിലത്ത് ക്യൂ നിന്നില്ലെങ്കിലും എൻ്റെ നേതാവ് ജയിച്ചോളൂ എന്ന് തോന്നും. ഈ ഒരു സാഹചര്യത്തിൽ ഒഴിച്ച് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് അവരുടെ ഒരു നേതൃത്വ പാടവത്തിൻ്റെ ഒരു കാര്യമാണ്. അത് എത്രത്തോളം ശരിക്കുള്ള ആത്മവിശ്വാസമാണ് എന്ന് എനിക്ക് വലിയ സംശയമുണ്ട്. കാര്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. പ്രത്യേകിച്ച് നിതീഷ് കുമാറിനെ അടർത്തിയെടുക്കാൻ നോക്കി ഒന്നും സംഭവിച്ചില്ല. ഇപ്പം അതുകൊണ്ട് നിതീഷ് കുമാർ ചൊവ്വുള്ളവനല്ലാത്തതായി മാറി എന്നുള്ളതാണ്. പക്ഷേ അതിനകത്തൊരു വലിയ അപകടം CWC മീറ്റിങ്ങിൽ അവർ സാധാരണ സ്ഥിരം പറയാറുള്ള മോഡിക്കെതിരായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ അടുത്ത ലെവലിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അവരുടെ വാഗ്ദാനങ്ങൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം എക്സ്ട്രീംലി ബാക്ക്വേർഡ് ക്ലാസിൻ്റെ സംവരണം മുനിസിപ്പൽ സ്ഥാപനങ്ങളിൽ ഇപ്പം 20% അവരുടെ സംവരണം. അത് അവർ 30% ഉയർത്തും എന്നാണ് ഒരു പ്രഖ്യാപനം. പിന്നെ നമുക്കറിയാം സുപ്രീം കോടതിയുടെ ഒരു വ്യക്തമായ നിർദ്ദേശമുണ്ട്. ഈ ഓരോരുത്തരും ഈ ഇലക്ഷന് വേണ്ടി, തിരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി ഈ സംവരണം ഇങ്ങനെ കൂട്ടി വന്നപ്പോൾ സുപ്രീം കോടതി ഒരിക്കൽ പറയുണ്ടായി, എന്ത് കാര്യമായാലും ശരി, എത്ര സംവരണമായാലും ശരി, 50% കൂടുതൽ സംവരണം കൂടാൻ പാടില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് പലരുടെയും ആവശ്യപ്രകാരമാണ് അങ്ങനെ ചെയ്തത്. കാര്യം ഈ ഇലക്ഷന് വേണ്ടി ഇതിങ്ങനെ കൂട്ടി പോവുകയായിരുന്നു. അപ്പോൾ ഈ 50% സംവരണ പരിധി ഉയർത്തും എന്നുള്ളതാണ് അടുത്തൊരു വാഗ്ദാനം. അതായത് സുപ്രീം കോടതിയുടെ ഈ 50% എന്നുള്ള പരിധി ഉയർത്താനായി പുതിയ നിയമം കൊണ്ടുവരും. ഇത് ജുഡീഷ്യൽ റിവ്യൂവിൽ നിന്ന് സംരക്ഷിക്കാനായി 9ാമത്തെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തും. ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതിലും അപകടകരമായ ഒരു വാഗ്ദാനമുണ്ട്. സ്വകാര്യ മേഖലയിൽ സംവരണം കൊണ്ടുവരും എന്നാണ്. ആർട്ടിക്കിൾ 15(5) പ്രകാരം ഉപയോഗിച്ച് ബീഹാറിലെ തുടക്കത്തിൽ വിദ്യാഭ്യാസ മേഖലയിലും പിന്നീട് സ്വകാര്യ സ്ഥാപനങ്ങളിലും അത് വരും ഉള്ള ഒരു സൂചന പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ സർക്കാർ കരാറുകൾ, ഇത് എവിടം വരെ പോകണം എന്ന് നോക്കണം അയ്യപ്പദാസ്. ഞാനതുകൊണ്ടാണ് ഇതൊന്ന് വിവരിക്കുന്നതിന് ഇത്ര, അല്ലെങ്കിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. സർക്കാർ കരാറുകളിൽ 50% ഈ പറയുന്ന എക്സ്ട്രീംലി ബാക്ക്വേർഡ് ക്ലാസ്, SC ST OBC വിഭാഗങ്ങൾക്കായിട്ട് കൊടുക്കും. അതായത് സർക്കാർ കരാറുകൾ 50% ഇനിയിപ്പോൾ അവർ ചെയ്യും. അപ്പോൾ ഇതാണ് ഭവനരഹിതർക്ക് സിറ്റിക്കകത്തും അല്ലാതെയുമായിട്ട് ഈ ഭൂമി എടുത്ത് അവർക്ക് കൊടുക്കും. പുതിയ റെഗുലേറ്ററി അതോറിറ്റി വരും. അങ്ങനെ അതിക്രമങ്ങൾ ഇപ്പം SC STക്കെതിരെയുള്ള നിയമങ്ങൾ പോലെ EBC എന്നൊരു വിഭാഗം ഉണ്ടാക്കി അവർക്കും കൊടുക്കും. ഇതിനകത്ത് ഈ പലപ്പോഴും ഈ സംവരണം ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ സർക്കാരിലാണല്ലോ ഇപ്പോൾ സംവരണം ഉള്ളത്. അതായത് അങ്ങനെ കാൻഡിഡേറ്റ് ഇല്ലാതെ വരികയോ ഉള്ള കാൻഡിഡേറ്റ് തീരെ മോശമാണെന്ന് തോന്നണമെങ്കിൽ നോട്ട് ഫൗണ്ട് സ്യൂട്ടബിൾ എന്ന് പറഞ്ഞൊരു ക്ലോസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സംവരണം വഴി എടുക്കാതിരിക്കാം. അതായത് ഇപ്പം നമ്മൾ സംവരണത്തിനേക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന ഒരു തസ്തികയിലേക്ക് നമ്മൾ ഒരാളെ നോക്കുന്നു, ഒരു നിവൃത്തിയില്ല അയാൾ എടുക്കാൻ, ഒരു വിധത്തിലും എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നോട്ട് ഫൗണ്ട് സ്യൂട്ടബിൾ എന്നുള്ളൊരു ക്ലോസ് ഉപയോഗിച്ച് അയാളെ എടുക്കാതിരിക്കാം, അതും എടുത്തു കളയും. അപ്പം ചുരുക്കം പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത ഈ ഓരോ പ്രാവശ്യവും ഇതെവിടെന്ന് പറഞ്ഞാൽ ഇപ്പം കേരളത്തിൽ ഇത് വന്ന് പറഞ്ഞ പ്രശ്നമാണ്. നേരെ മറിച്ച് ഈ ബീഹാറിലൊക്കെ ഉള്ളൊരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബീഹാറിൽ നിന്ന് അവിടെയൊക്കെ വെറും പാവപ്പെട്ട ഒരു സാധാരണക്കാരാണ്. ഇവരിതിങ്ങനെ പറഞ്ഞു കേൾക്കുമ്പം പാവങ്ങൾ ഇതിൽ പെട്ട് ഇതിന് മുൻപ് വോട്ട് ചെയ്തിട്ടുണ്ട്, ഇത്തവണയും അതിൽ പെടാനുള്ളൊരു സാധ്യതയുണ്ട്. ഇതൊരു വലിയ അപകടം ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇവർക്ക് ഒരിക്കലും നടപ്പാക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. ഓൾറെഡി അത് BJP പറഞ്ഞിട്ടുണ്ട്, ഇത് വെറും കപടമായ വാഗ്ദാനങ്ങളാണ്, പൊള്ളയായ വാഗ്ദാനങ്ങളാണ്, ഒരിക്കലും നടക്കാൻ പോകണില്ല. ഇപ്പം രാജ്യത്തിൻ്റെ താല്പര്യം നോക്കിയാൽ ഇങ്ങനൊരു നിയമം ഒരു വിധത്തിലും നടക്കാൻ പറ്റില്ല. മാത്രമല്ല സ്വകാര്യ സ്ഥാപനങ്ങളിൽ സംവരണം കൊണ്ടുവന്ന് അവർ ഉറപ്പായിട്ടും കോടതി പോകും. എൻ്റെ സ്ഥാപനത്തിൽ ഞാൻ ആരെ ജോലിക്ക് എടുക്കണമെന്നുള്ളത് ഞാൻ തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിനകത്ത് സംവരണം എന്നുള്ള കുഴപ്പമെന്ന് വെച്ചാൽ എനിക്ക് പറ്റിയ ആളിനെ കിട്ടത്തില്ലല്ലോ. ഞാൻ പറയുന്നത് പോലെ ജോലി ചെയ്യുമ്പോഴല്ലേ ഞാൻ അതിന് തൊഴിലാളിക്ക് കാശ് കൊടുക്കുക. അപ്പോൾ ഓഫ് കോഴ്സ് രാജ്യത്തിൻ്റെ നിയമങ്ങൾ, തൊഴിൽ നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ വലിയ പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുള്ളതും കലാപങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള
വലിയ കുഴപ്പം പിടിച്ച കാര്യങ്ങളാണ് ഇവർ ഈ പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി എന്ത് മാർഗവും സ്വീകരിക്കും രാഷ്ട്രീയ പാർട്ടികളെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ഇതെടുത്ത് വായിച്ചു നോക്കിയാൽ മതി. ഇതിപ്പം പത്രങ്ങളിലൊക്കെ നമ്മളൊന്ന് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ക്ലോസുകളൊക്കെ അവരുടെ പ്രപ്പോസലിനകത്തുള്ള ക്ലോസുകളൊക്കെ ഉണ്ട്. അല്ലാത്ത അവർ സ്ഥിരമായിട്ട് പറഞ്ഞത് മോദി ശരിയല്ല, വോട്ട് ചോരി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഇതൊക്കെ കൊണ്ട് ജയിക്കുമോ എന്ന് ചോദിച്ചതിന് മുൻപും ഇതുപോലത്തെ പരിപാടികൾ പറഞ്ഞിരുന്നല്ലോ. സ്ത്രീകൾക്ക് ഇത്ര രൂപ കൊടുക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. ഇതൊന്നും അത് UP ഇലക്ഷനിൽ. അപ്പോൾ ഇതൊന്നും നടക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതേസമയം ഇപ്പോഴും ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത മോദി പറഞ്ഞു എന്ന് പറയുന്ന 15 ലക്ഷം അക്കൗണ്ട് വരുന്നുള്ളത് വീണ്ടും പറയുന്നുണ്ട്. അവർ പറഞ്ഞതൊക്കെ അവർ സൗകര്യപൂർവ്വം മറക്കുകയും ചെയ്തു. അപ്പോൾ ഇത് ഒരു ശരിയായ രാജ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. രാജ്യത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം ഈ കോൺഗ്രസിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും അതിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ അത് രാജ്യത്തിൻ്റെ പുരോഗതി, പ്രത്യേകിച്ച് ഇന്നത്തെ ലോക സാഹചര്യത്തിൽ, ലോകക്രമത്തിൽ, മാറുന്ന ലോകക്രമത്തിൽ ഇങ്ങനെ ഒരു സാധനങ്ങൾ ഒരിക്കലും നടത്താൻ പറ്റാത്ത വാഗ്ദാനങ്ങൾ നൽകി പാവങ്ങളെ പറ്റിക്കുക. ഇത് കഴിയുമ്പോൾ അവർക്ക് വേണമെങ്കിൽ പറയാം സുപ്രീം കോടതി സമ്മതിച്ചില്ല, അത് പറ്റിയില്ല, ഇത് പറ്റിയില്ല എന്ന് പറയും. പക്ഷേ വോട്ട് ചെയ്തവൻ മണ്ടനാവും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു അപകടം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബിലോ ദ ബെൽറ്റ് ഗെയിം എന്ന് നമ്മൾ പണ്ട് പറയും. അതായത് ചെയ്യാൻ ഒരിക്കലും പറ്റാത്ത കാര്യങ്ങൾ വാഗ്ദാനമായി കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതിനെപ്പറ്റി വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്തതിൻ്റെ അപകടം മനസ്സിലാക്കാൻ പറ്റാത്തവനെ പറ്റിക്കുകയാണെന്നുള്ളതാണ്. ഇതാണ് ഇതിനകത്തുള്ള പ്രാഥമികമായിട്ട് അയ്യപ്പദാസ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഇപ്പം അവരുടെ അണികൾക്ക് ഹോപ്പ് കൊടുക്കുക, ഞങ്ങൾ 2 മാസം കഴിഞ്ഞ് ജയിക്കുമെന്നൊക്കെ പറയുന്നത് അവർക്ക് തീർച്ചയായിട്ടും പറയാം. ഇതേ കാര്യം തന്നെ BJP പറയും, ഇല്ലേ? ഇവർ പറയുന്നത് പോലെ തന്നെ BJP പറയും. തീർച്ചയായിട്ടും സാർ. അപ്പോൾ ഇതിനകത്ത് നിതീഷ് കുമാർ വന്നാലും എടുക്കില്ല എന്ന് പറയുന്നു രാഹുൽ ഗാന്ധിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ്. അത് എപ്പോഴാണ് നിതീഷിനെ? സാർ പറയൂ സാർ. അല്ല, അത് എപ്പോഴാണ് ഇത് അയ്യപ്പദാസ്, ഇതാണ് ഈ തന്ത്രമെന്ന് പറയുന്നത്. എന്നെ വിളിച്ചു ഒരു പാർട്ടിയിൽ ചേരാൻ വേണ്ടി വിളിച്ചു, ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അയ്യപ്പദാസ് പറയും ഞാൻ ശരിയല്ലെന്ന് പറയും. ഞാൻ ആലോചിച്ചിരുന്നു, പക്ഷെ അയാൾ ശരിയല്ല, അയാൾക്ക് ഇപ്പം ബുദ്ധിയില്ലെന്നാണ് പറയണത്. അയാളുടെ ബുദ്ധി നശിച്ചു. ഇതാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഈ CWCയിൽ കഴിഞ്ഞിട്ട് പറഞ്ഞതാണ് പുള്ളിയുടെ ഏകദേശം പണി കഴിഞ്ഞു, അതുകൊണ്ട് ഇനിയിപ്പോൾ എടുക്കുന്നില്ല. ഇതെപ്പോഴാ പുള്ളിയെ വിളിച്ചിട്ട് കിട്ടാതെ വന്നപ്പോഴാണ് ഈ സംഭവം. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ പറയുന്നതിനും ഒരു ഉളുപ്പ്. അത് ഈ രാഷ്ട്രീയക്കാർക്ക്, ഇപ്പം ഞാനിത് ഒരു പാർട്ടി എന്നല്ല പറയണത്, എല്ലാ പാർട്ടിയും നമുക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കും. ആളുകൾ എങ്ങനെയൊക്കെ തിരികെയും മറിയുകയും ചെയ്യുന്നു. രാഹുൽ മാങ്കൂട്ടം, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ നടന്ന സംഭവം ആയതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചേർത്ത് പറയാം. രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയുടെ പ്രാഥമിക സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. 37 ദിവസം കഴിഞ്ഞപ്പോൾ രാഹുൽ ചെന്നപ്പോൾ രാഹുലിൻ്റെ കൂടെ പോയിരിക്കുന്ന യൂത്ത് കോൺഗ്രസും KSUക്കാരും അവിടുത്തെ പാർട്ടിക്കാരും മുഴുവനാണ് പൊതിഞ്ഞാ നിൽക്കുന്നത്. അപ്പോൾ ഇത് ആരെ പറ്റിക്കാനാണ്? അപ്പോൾ ഇവർക്കൊന്നും, ഞാനിത് ഒരു പാർട്ടിയുടെ കാര്യമല്ല, എല്ലാ പാർട്ടിക്കാരും കണക്ക് തന്നെ ഈ ഒരു കാര്യത്തിൽ പറയുന്നതിന്. കാര്യം തൻ്റെ ഇടത്തോടുകൂടി പറഞ്ഞിടത്ത് ഉറച്ചു വയ്ക്കാന്ന് അവൻ ജയിച്ചു പോകില്ല. ഈ വരാലും മീനെന്ന് നമ്മൾ പറയില്ലേ, വരാലിനെ പോലെ എന്ന് പറയും. പിടിച്ചാൽ പിടി കിട്ടാതെ പാവങ്ങളെ ജനങ്ങളെ പറ്റിച്ച് ഇങ്ങനെ ഇത് നമ്മുടെ നാട്ടിലെ ആളുകളുടെ കുഴപ്പമാണ്. ഇതാണ് ഞാൻ ആദ്യം പറയുന്നത്. ആളുകൾക്ക് ഓർമ്മയില്ല. ഇവൻ കഴിഞ്ഞ പ്രാവശ്യം എന്താണ് പറഞ്ഞതെന്നുള്ള ഓർമ്മയില്ല, പറഞ്ഞത് ചെയ്യുന്നോ എന്നുള്ള ഓർമ്മയില്ല. ഇതെല്ലാം കൂടെ കൂട്ടിഘടിപ്പിച്ച് ചെയ്യുക എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അത്രയ്ക്ക് കളിയാണ് കളിക്കുന്നത്. അപ്പോൾ അവർ ഈ അവസാനം കിട്ടുന്നത് മാത്രം പാവങ്ങൾ ഓർത്തിരിക്കും, അതനുസരിച്ച് പോയി വോട്ട് ചെയ്യും, അബദ്ധപ്പെടും. പഴയതുപോലെ കള്ളന്മാരെ വീണ്ടും നമ്മൾ അധികാരത്തിലേറ്റും. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ സഹിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ പ്രശ്നം. ഈ തേജസ്വി യാദവ് എന്ന് പറയുന്ന നേതാവിനെ മുന്നിൽ നിർത്തിയല്ലേ കോൺഗ്രസ് കളിക്കുന്നത്, ലല്ലുവിന്റെ മകൻ. അപ്പൊ ഇവർ രണ്ടാം കക്ഷിയല്ലേ ആവുള്ളൂ, ഘടകകക്ഷി അല്ലേ, രണ്ടാം കക്ഷിയല്ലേ ആവുള്ളൂ. അല്ല, അത് പക്ഷേ അവിടെ തേജസ്വി യാദവ് ഇല്ലാതെ ഇവർ രക്ഷപ്പെടത്തില്ല. അതുകൊണ്ട് ആരോ ചോദിച്ചു അപ്പൊ ഈ തേജസ്വി യാദവിനെയാണോ നിങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാറ്റുന്നത്? നേരെ ഉത്തരം പറഞ്ഞില്ല. സൂര്യനെ പോലെ തിളങ്ങുന്ന ഒരുവന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വളരെ ക്ലിയർ ആണ്, മനസ്സിലായി. മറ്റത് പറയാനൊരു ചമ്മലാണ്. ഇപ്പൊ കോൺഗ്രസിന് അവിടെ ഒരു റൈഡർ കിടപ്പുണ്ട്. എങ്ങാനും ഇലക്ഷനിൽ കോൺഗ്രസ് മേളി വന്നാൽ കൂടിയാ പിന്നെ ഓൾറെഡി പറഞ്ഞ് അബദ്ധപ്പെടണ്ടല്ലോ. തേജസ്വി സൂര്യക്ക് മുഖ്യമന്ത്രി ആക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങും തൊടാതെ ഇങ്ങും തൊടാതെ എന്നാ പറഞ്ഞ വാക്കുതാണ്, സൂര്യനെ പോലെ പ്രകാശിച്ച് നിൽക്കുന്ന ഒരുവന്റെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെയും കളിയാണ്.
ഏതായാലും അവർ ഈ അയാൾക്ക് പറയുന്നതൊക്കെ ബോധ്യപ്പെടുകയും വെറുതെയാണ് അല്ലേ സാർ? അതൊക്കെ പറയുന്നതൊക്കെ വെറുതെ, ഒരു ആത്മവിശ്വാസം പോലും സ്വയം ഇല്ല. അല്ല, ആത്മവിശ്വാസം എത്രത്തോളം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഈ സംബന്ധം. കോൺസെപ്റ്റ്സുകൾ വാഗ്ദാനമായി നൽകുന്നത്. അത് അപകട ലക്ഷണമാണ്. അത് ആത്മവിശ്വാസം ഉള്ളവരാണെങ്കിൽ ഒരിക്കലും അത് പറയൂല. അതായത് നടക്കൂലല്ലോ. ഞാൻ ജയിക്കാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് വരുമ്പോൾ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നിതീഷ് കുമാറിനെ കിട്ടുവരുന്നെങ്കിൽ ചിലപ്പോൾ ഇവർക്ക് ഒരു പിടി പിടിക്കാമായിരുന്നു. അത് നടക്കാതെ പോയി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് പിന്നെ നിൽക്കക്കള്ളി ഇല്ലാതെ വരുമ്പം എന്തും പറയും, എന്തും ചെയ്യും. ഇതാണ് നമ്മൾ നിഷ്പക്ഷമായിട്ട് അതിനെ വിലയിരുത്തുകയാണ്. ഇതാണ് അതിൻ്റെ ഒരു സങ്കല്പം. അപ്പം നമ്മൾ ഈ കൊടുക്കുന്ന ഓഫറുകൾ കൂടുന്തോറും അതിൻ്റെ സൂചിപ്പിക്കുന്ന ആത്മവിശ്വാസം കുറവാണെന്നുള്ളതാണ്. ഇത് എത്ര പേർക്കറിയാം? ഇതിനകത്തൊരു അപകടം പറയാം. ഇതിന് മുൻപേ പല സംസ്ഥാനങ്ങളിലും ഇതുപോലെ സംവരണം കൂട്ടിക്കൊടുത്തപ്പോൾ സുപ്രീം കോടതി അതിനെ അടിച്ച് തള്ളിയിട്ടിട്ടുള്ളതാണ്. ഇതിനു മുമ്പും പല സംസ്ഥാനങ്ങളും ഇത് ചെയ്തിട്ട് 75% വരെയൊക്കെയാണ് സംവരണം ഏതോ ഒരു സംസ്ഥാനത്ത്. അത് വന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് തോന്നും പോലെ ഒന്നും സംവരണം ചെയ്യാൻ പറ്റൂല. അപ്പം അതെന്താ? അപ്പം എന്നിട്ട് പാവ ഇനി അടുത്ത സുപ്രീം കോടതി തലേ വെച്ചു കൊടുക്കും. ഞങ്ങൾ കൊടുക്കാൻ റെഡിയായിരുന്നു, സുപ്രീം കോടതി കൊടുത്തില്ല. അപ്പം പിന്നെ നമ്മളത് ചെയ്യാൻ പറ്റാത്ത കാര്യം പറയരുത്. ഒക്കുമെങ്കിലേ ഏക്കാവൂ എന്ന് പറയും, ഇല്ലേ? അപ്പം അതാണ് എൻ്റെ പ്രശ്നം. താങ്ക് യു സാർ.